നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ് റൂൾസ് ഫോർ കോർട്സ് കേരള 2021 കുറിച്ചാണ്. ഇങ്ങനെ ഒരു റൂൾ കൊണ്ടുവന്നിരിക്കുന്ന എന്തിനെന്ന് വെച്ചാൽ വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ സ്വദേശത്ത് തന്നെ കോടതിയിൽ ഹാജരാവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ചും വളരെ ദൂരെയാണ് കോടതിയെങ്കിൽ, ചിലപ്പോൾ സംസ്ഥാനത്തിന് പുറത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്ത് തന്നെ മറ്റു ജില്ലകളിലോ ആണെങ്കിൽ അങ്ങനെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ റൂൾസ് പ്രകാരം വീഡിയോ കോൺഫറൻസിംഗ് വഴി വന്ന് കോടതി നടപടികളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് ഇത്. കോവിഡ് വന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചത്. പക്ഷെ കോവിഡിന് മാത്രമല്ല, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു നിയമം അത്യാവശ്യമാണ്. കാരണം ഭൂരിഭാഗം ആൾക്കാരും വിദേശ രാജ്യങ്ങളിലാണ് ഇപ്പൊ താമസിക്കുന്നത്. പ്രത്യേകിച്ചും കേസുകളിൽ വിദേശ രാജ്യങ്ങളിലായതുകൊണ്ട് വാറണ്ടായി കിടന്നിട്ട് അല്ലെങ്കിൽ കോടതി വരാതെ ആ കേസുകളിൽ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള വിധി ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ് റൂൾസ് ഫോർ കോർട്സ് കേരള 2021 എന്ന് പറയുന്നത്. കുറച്ച് റൂൾസ് ആണ്. ഈ റൂൾസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു കേസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ കേസിനകത്ത് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിത് പറഞ്ഞ ശേഷം ഈ പറയുന്ന റൂൾസും കൂടി നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് മനസ്സിലാക്കാനും ഉണ്ട്. അതുകൊണ്ടാണ് ഈ റൂൾസിൽ ഡെഫിനിഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റിമോട്ട് പോയിന്റും ഒന്ന് കോർഡിനേറ്ററും. അതിൽ റിമോട്ട് പോയിന്റ് പറയുന്നത് 2M റിമോട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ മീൻസ് എ പ്ലേസ് വെയർ എനി പേഴ്സൺ ഓർ പേഴ്സൺസ് ആർ റിക്വയർഡ് ടു ബി പ്രസന്റ് ഓർ അപ്പിയേഴ്സ് ത്രൂ എ വീഡിയോ ലിങ്ക്. അടുത്തത് കോർഡിനേറ്ററിനെ കുറിച്ച് പറയുന്നത് 2C കോർഡിനേറ്റർ മീൻസ് എ പേഴ്സൺ നോമിനേറ്റഡ് ആസ് കോർഡിനേറ്റർ അണ്ടർ റൂൾ 5 ഓഫ് ദ റൂൾസ്. റൂൾ 5 പ്രകാരം നോമിനേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആണ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. കോർഡിനേറ്റർ ആയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആണ്. ഇപ്പൊ റൂൾ 5 നമുക്കൊന്ന് നോക്കാം. റൂൾ 5 പറയുന്നത് പ്രിപ്പറേറ്ററി അറേഞ്ച്മെന്റ്സ്. അതിൽ ഒന്ന് പറയുന്ന ദർ ഷാൽ ബി കോഓർഡിനേറ്റേഴ്സ് ബോത്ത് അറ്റ് ദ കോർട്ട് പോയിന്റ് ആൻഡ് ദ റിമോട്ട് പോയിന്റ്. അതായത് കോർട്ട് പോയിന്റ് എന്ന് പറയുന്ന കോടതിയുടെ ഭാഗവും റിമോട്ട് പോയിന്റ് എന്ന് പറയുന്ന എവിടെയാണോ ഈ ആൾ ഇരിക്കുന്നത് അവിടെ. അയാൾ ചിലപ്പോൾ ബോംബെയിലായിരിക്കാം, ചിലപ്പോൾ അമേരിക്കയിലായിരിക്കാം, എവിടെയായിരിക്കാം. അതിനാണ് റിമോട്ട് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നോക്കി ഡെഫിനിഷനിൽ റിമോട്ട് പോയിന്റ് എന്താണെന്ന്. ഹൗവർ എ കോർഡിനേറ്റർ may be required at the remote point only when a witness or a person accused of an offense is to be examined. ഇവിടെ കോർഡിനേറ്റർ വേണം. എപ്പോഴെന്ന് വെച്ചാൽ എവിടെയാണ് കോർഡിനേറ്റർ വേണ്ട? റിമോട്ട് പോയിന്റിൽ. അതായത് എവിടെയാണോ ഈ ആളിരിക്കുന്നത്, അതായത് ചിലപ്പോൾ കാനഡയിലായിരിക്കാം, അമേരിക്കയിലായിരിക്കാം, ചിലപ്പം ബോംബെയിലായിരിക്കാം, ഡൽഹിയിലായിരിക്കാം, എവിടെയായിരിക്കാം. അതാണ് റിമോട്ട് പോയിന്റ്. ആ റിമോട്ട് പോയിന്റിലിരിക്കും. അപ്പോൾ കോടതി ഇപ്പം കേരളത്തിലുള്ളൊരു കോടതി, എറണാകുളത്തുള്ളൊരു കോടതിയിലാണ് കേസ് നടക്കുന്നതെങ്കിൽ ഇതിലുള്ള ആൾ ഇരിക്കുന്നത് കാനഡയിലാണെങ്കിൽ റിമോട്ട് പോയിന്റ് എന്ന് പറയുന്നത് കാനഡയാണ്. അവിടെ ഒരു കോർഡിനേറ്റർ വേണം. ഇതെപ്പോഴാണ് ഈ പറയുന്ന കോർഡിനേറ്റർ വേണ്ടതെന്ന് വെച്ചാൽ ഒരു വിറ്റ്നസിനെയോ പ്രതിയോ എക്സാമിൻ ചെയ്യുന്ന സമയത്ത്, അതായത് എക്സാമിനേഷൻ സമയത്ത് കോർഡിനേറ്റർ വേണം. ഈ കോർഡിനേറ്ററിന്റെ മെയിൻ പർപ്പസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിൽ നോക്കുമ്പോൾ അത് മനസ്സിലാവും. അടുത്ത രണ്ടാമത്തത്, ഇൻ ദ സബോർഡിനേറ്റ് കോർട്സ് പേഴ്സൺസ് നോമിനേറ്റഡ് ബൈ ദ ഹൈക്കോർട്ട് ഓർ ദ കൺസേൺഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ഷാൽ പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് ദ കോർഡിനേറ്റർ അറ്റ് ദ കോർട്ട് പോയിന്റ് ആസ് വെൽ ആസ് ദ റിമോട്ട് പോയിന്റ് ആസ് മെൻഷൻഡ് ഇൻ സബ് റൂൾ 4. സബോർഡിനേറ്റ് കോർട്ടിലാണെന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതി നോമിനേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ജില്ലാ ജഡ്ജി ഇതിനു വേണ്ടിയിട്ട് നിയമിച്ചിട്ടുള്ള ആളോ ആയിരിക്കണം കോർഡിനേറ്റർ ആവേണ്ടത്. അത് കോർട്ട് പോയിന്റിലും വേണം, റിമോട്ട് പോയിന്റിലും വേണം. അതായത് നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർക്ക് കേസ് നടക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു കോടതിയിലായിരിക്കും, പക്ഷെ അവർ എറണാകുളത്തുള്ള ആളായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യണം? എറണാകുളത്തുള്ള കോർട്ട് പോയിന്റിൽ പോകണം. അതാണ് റിമോട്ട് പോയിന്റ് എന്ന് പറയുന്നത്. കേസ് നടക്കുന്ന സ്ഥലമാണ് കോർട്ട് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്. ഇങ്ങനെ കോടതികളിൽ തന്നെ പോയി അവർക്ക് ഈ കേസുകളിൽ പങ്കെടുക്കാൻ പറ്റും. ഓൺലൈനായിട്ട് അപ്പിയർ ചെയ്യാൻ സാധിക്കും. കാരണം ചിലപ്പോൾ എറണാകുളത്തുള്ള ആളായിരിക്കും, അവർക്ക് ട്രിവാൻഡ്രം വരെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ കോടതിയിൽ പോയാൽ മതിയോ? ഇനി അടുത്തത് മൂന്നാമത് പറയുന്ന ഇൻ ദ ഹൈക്കോർട്ട് ദ രജിസ്ട്രാർ റിക്രൂട്ട്മെന്റ് ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് by the chief justice shall be the coordinator at the court point. ഹൈക്കോടതിയിലാണെങ്കിൽ രജിസ്ട്രാർ, അതായത് റിക്രൂട്ട്മെന്റ് ആൻഡ് കമ്പ്യൂട്ടറൈസേഷന്റെ രജിസ്ട്രാർ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓതറൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺസ് ആയിരിക്കണം എന്താണ് കോർഡിനേറ്റർ ആവേണ്ടത്. എവിടെ? കോർട്ട് പോയിന്റിൽ. 4 ദ കോർഡിനേറ്റർ അറ്റ് ദ റിമോട്ട് പോയിന്റ് മേ ബി ദ വൺ എമംഗ് ദ ഫോളോയിങ്. ഇപ്പൊ കോർട്ട് പോയിന്റിൽ ഒരാളായി. ഇനി റിമോട്ട് പോയിന്റിൽ ഉള്ള ആൾക്കാരെയാണ് 4 പറയുന്നത്. അത് ആരൊക്കെയെന്ന് വെച്ചാൽ വേർ ദ അഡ്വക്കേറ്റ് ഓർ റിക്വയർഡ് പേഴ്സൺ ഈസ് അറ്റ് ദ ഫോളോയിങ് റിമോട്ട് പോയിന്റ്സ്. ദ റിമോട്ട് പോയിന്റ് കോർഡിനേറ്റർ ഷാൽ ബി. ആരൊക്കെ ആയിരിക്കണം? ഒന്ന്, ഓവർസീസിലാണെങ്കിൽ അൻ ഒഫീഷ്യൽ ഓഫ് ആൻ ഇന്ത്യൻ കോൺസുലേറ്റ്, ഇന്ത്യൻ എംബസി, ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതായത് ഓവർസീസിൽ ഒഫീഷ്യൽസ് ഓഫ് ആൻ ഇന്ത്യൻ കോൺസുലേറ്റ്, ഇന്ത്യൻ കോൺസുലേറ്റിലെ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയിലെ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ ഒഫീഷ്യൽ ആയിരിക്കണം കോർഡിനേറ്റർ ആവേണ്ടത്. 2 കോർട്ട് ഓഫ് അനദർ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി. മറ്റൊരു സ്റ്റേറ്റിലെ കോടതിയോ അല്ലെങ്കിൽ മറ്റൊരു യൂണിയൻ ടെറിട്ടറിയിലെ കോടതിയോ ആണെങ്കിൽ എനി ഓതറൈസ്ഡ് പേഴ്സൺ നോമിനേറ്റഡ് ബൈ ദ കൺസേൺഡ് ഡിസ്ട്രിക്ട് ജഡ്ജ്. അതായത് അവിടുത്തെ ജില്ലാ
ജഡ്ജി ഓതറൈസ് ചെയ്തിട്ടുള്ള പേഴ്സൺ. 3 കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ഓർ ഹൈക്കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റി ഓർ മീഡിയേഷൻ സെന്റർ ഓർ ഓഫീസ് ഓഫ് ദ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി ഇൻക്ലൂഡിംഗ് താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി. ഈ സ്ഥലങ്ങളാണെങ്കിൽ, അതായത് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആണെങ്കിൽ, മീഡിയേഷൻ സെന്ററോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ, എനി ഓതറൈസ്ഡ് പേഴ്സൺ നോമിനേറ്റഡ് ബൈ ദ മെമ്പർ സെക്രട്ടറി, അതായത് ഇതിന്റെയൊക്കെ സെക്രട്ടറി ഓതറൈസ് ചെയ്തിട്ടുള്ള പേഴ്സൺ. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ഓർ സെക്രട്ടറി, ഹൈക്കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റി ഓർ ചെയർപേഴ്സൺ ഓർ സെക്രട്ടറി ഓഫ് ദ കൺസേൺഡ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി. അതായത് ചെയർമാനും സെക്രട്ടറിയൊക്കെയാണ് ഈ ലീഗൽ സർവീസസ് അതോറിറ്റീസിന്റെ, അവരാണ് ഇത് നോമിനേറ്റ് ചെയ്യുന്നത്. 4 ജയിൽ ഓർ പ്രിസൺ. ഇനി ജയിലിലോ പ്രിസണിലോ ആണെങ്കിൽ ദ കൺസേൺഡ് പ്രിസൺ ഓർ ജയിൽ സൂപ്രണ്ട് ഓർ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പ്രിസൺ ഓർ ജയിൽ. അതായത് അവിടുത്തെ ജയിൽ സൂപ്രണ്ട്, ആ പ്രിസണിലെ ജയിൽ സൂപ്രണ്ട് അല്ലെങ്കിൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പ്രിസൺ, ഇവരായിരിക്കണം അവിടുത്തെ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. 5 ഹോസ്പിറ്റൽസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓർ ലോക്കൽ ബോഡീസ്. മെഡിക്കൽ സൂപ്രണ്ട് ഓർ ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഹിം ഓർ ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ സെഡ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിലാണെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ട് അല്ലെങ്കിൽ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഹിം, അതായത് മെഡിക്കൽ സൂപ്രണ്ട് ഓതറൈസ് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ചാർജ് ഉള്ള പേഴ്സൺ, ഇവരായിരിക്കണം കോർഡിനേറ്റർ എന്ന് പറയുന്നത്. 6 ഒബ്സർവേഷൻ ഹോം, സ്പെഷ്യൽ ഹോം, ചിൽഡ്രൻസ് ഹോം, ഷെൽട്ടർ ഹോം ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ റെഫേർഡ് ടു ആസ് എ ചൈൽഡ് ഫെസിലിറ്റി collectively referred to as child facilities and where the required person is a juvenile or a child or a person who is an inmate of such child facility. ഇനി അടുത്ത ഈ ഒബ്സർവേഷൻ ഹോം, സ്പെഷ്യൽ ഹോം, അങ്ങനെയുള്ള ഷെൽട്ടർ ഹോം, അവിടേക്കുള്ള സ്ഥലത്താണെങ്കിൽ ദ സൂപ്രണ്ട് ഓർ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ ചൈൽഡ് ഫെസിലിറ്റി ഓർ ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഹിം. അവിടുത്തെ സൂപ്രണ്ട് അല്ലെങ്കിൽ ഓഫീസർ ഇൻ ചാർജ് ഉള്ള ആള്, അല്ലെങ്കിൽ ഇവർ ഈ സൂപ്രണ്ടോ ഈ ഓഫീസർ ഇൻ ചാർജോ ഓതറൈസ് ചെയ്യുന്ന ആൾ ആയിരിക്കണം കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അടുത്തത് 7 വിമൻ റെസ്ക്യൂ ഹോംസ്, പ്രൊട്ടക്ഷൻ ഹോംസ്, ഷെൽട്ടർ ഹോംസ് ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ റെഫേർഡ് ടു ആസ് എ വിമൻസ് ഫെസിലിറ്റി collectively referred to as women's facilities. വിമൻസ് റെസ്ക്യൂ ഹോംസ്, പ്രൊട്ടക്ഷൻ ഹോംസ്, ഷെൽട്ടർ ഹോംസ് അവിടേക്കാണെന്നുണ്ടെങ്കിൽ ദ സൂപ്രണ്ട് ഓർ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ വിമൻസ് ഫെസിലിറ്റി ഓർ ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഹിം, അതായത് സൂപ്രണ്ട് അല്ലെങ്കിൽ ഓഫീസർ ഇൻ ചാർജ് അല്ലെങ്കിൽ അവർ ഓതറൈസ് ചെയ്യുന്ന ആൾ. അടുത്ത 8 ഇൻ കസ്റ്റഡി, കെയർ ഓർ എംപ്ലോയ്മെന്റ് ഓഫ് എനി അതർ ഗവൺമെന്റ് ഓഫീസ്, ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ collectively referred to as institution facilities. The superintendent or officer in charge of institution facility or an officer authorized by him. അവിടെ അതുപോലെ തന്നെയാണ്. അടുത്തത് 9 ഫോറൻസിക് സയൻസ് ലാബ്, ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇൻ ചാർജ് ഓർ എനി ഓതറൈസ്ഡ് ഓഫീസർ. അതായത് FSL ആണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇൻ ചാർജ് ആണ്, അല്ലെങ്കിൽ എനി ഓതറൈസ്ഡ് ഓഫീസർ ആണ്. 10 ഇൻ കേസ് ഓഫ് എനി അതർ ലൊക്കേഷൻ, മറ്റ് ലൊക്കേഷനുകളാണെന്നുണ്ടെങ്കിൽ ദ കൺസേൺഡ് കോർട്ട് മേ അപ്പോയിന്റ് എനി പേഴ്സൺ ഡീംഡ് ഫിറ്റ് ആൻഡ് പ്രോപ്പർ ഹൂ ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു റെൻഡർ ദെയർ സർവീസസ് ആസ് എ കോർഡിനേറ്റർ ടു എൻഷുർ ദാറ്റ് ദ പ്രൊസീഡിംഗ്സ് ആർ കണ്ടക്ടഡ് ഇൻ ഫെയർ, ഇംപാർഷ്യൽ ആൻഡ് ഇൻഡിപെൻഡന്റ് മാനർ ആൻഡ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ഇൻ ദാറ്റ് ബിഹാഫ്. മറ്റ് ഇത് പറയാത്ത മറ്റ് സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ കൺസേൺഡ് കോടതിക്ക് അപ്പോയിന്റ് ചെയ്യാം. ഒരാൾ ഫിറ്റ് ആൻഡ് പ്രോപ്പർ ആണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, അയാളുടെ വില്ലിങ്നെസ്സും റെഡിനെസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ കോർഡിനേറ്റർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഫെയർ ആയിരിക്കണം, ഇമ്പാർഷ്യൽ ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരാളിനെ കോടതിക്ക് അപ്പോയിന്റ് ചെയ്യാം. അടുത്തത് 5 ദ കോർഡിനേറ്റേഴ്സ് അറ്റ് ബോത്ത് ദ കോർട്ട് പോയിന്റ് ആൻഡ് റിമോട്ട് പോയിന്റ് ഷാൾ എൻഷുർ ദാറ്റ് ദ ഫെസിലിറ്റീസ് റെക്കമെൻഡഡ് ഇൻ റൂൾ 4 ആർ അവൈലബിൾ. ദേ ഷാൾ ആൾസോ കണ്ടക്ട് എ ടെസ്റ്റ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് വെൽ ഇൻ അഡ്വാൻസ് ടു റിസോൾവ് എനി ടെക്നിക്കൽ പ്രോബ്ലം സോ ദാറ്റ് ദ പ്രൊസീഡിംഗ്സ് ആർ കണ്ടക്ടഡ് വിത്തൗട്ട് ഇന്ററപ്ഷൻ. അതായത് ഈ കോർഡിനേറ്റർമാർ എന്ത് ചെയ്യണം, കോർട്ട് പോയിന്റിലും റിമോട്ട് പോയിന്റിലും ഇൻഷുർ ചെയ്യണം. അതായത് അവിടെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്, ടെക്നിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യണം. അതുപോലെ കോർഡിനേറ്റർ അറ്റ് ദ റിമോട്ട് പോയിന്റ് ഷാൾ ഇൻഷുർ, അവരെന്തൊക്കെ ഇൻഷുർ ചെയ്യണമെന്ന് വെച്ചാൽ 1 ഓൾ അഡ്വക്കേറ്റ്സ് റിക്വേർഡ് പേഴ്സൺസ് റിക്വേർഡ് ടു അപ്പിയർ ഓർ ഹിയർഡ് ആർ അവൈലബിൾ ആൻഡ് റെഡി അറ്റ് ദ റിമോട്ട് പോയിന്റ് ലീസ്റ്റ് 30 minutes ബിഫോർ ദ ഷെഡ്യൂൾഡ് ടൈം. അപ്പോൾ അവർക്കൊരു അമ്പയറിന്റെ സ്ഥാനമാണുള്ള ഈ കോർഡിനേറ്ററിന്. അവർ 30 മിനിറ്റ് മുമ്പേ അവരെല്ലാവരും പ്രസന്റ് ആക്കണം, അവരായിട്ടുണ്ടോ എന്ന് നോക്കണം. നോ അതർ റെക്കോർഡിംഗ് ഡിവൈസ് ഇൻക്ലൂഡിംഗ് മൊബൈൽ ഫോൺ ഈസ് യൂസ്ഡ് ഇൻസൈഡ് ദ റിമോട്ട് പോയിന്റ്. അടുത്ത അവർ നോക്കേണ്ടത് റെക്കോർഡിംഗ് ഡിവൈസ്, അത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്ത് വയ്ക്കാതിരിക്കാനായിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം, മറ്റൊരു ഡിവൈസസും കൊണ്ടുകയറാൻ അനുവദിക്കരുത്. അടുത്തത് 3 നോ അൺആതറൈസ്ഡ് പേഴ്സൺ എൻറ്റേഴ്സ് ദ റിമോട്ട് പോയിന്റ് വെൻ ദ പ്രൊസീഡിംഗ്സ് ആർ ഇൻ പ്രോഗ്രസ്. പ്രൊസീഡിംഗ്സ് നടക്കുമ്പോൾ മറ്റുള്ളവർ കയറി വരരുത്. ആ രീതിയിൽ എല്ലാം അടച്ച് നല്ല വൃത്തിയാക്കി അയാൾ സൂക്ഷിക്കണം, മറ്റേ രീതിയിൽ കയറി വരാതിരിക്കാനായിട്ട് നോക്കണം. 4 ദ പേഴ്സൺ ബീയിങ് എക്സാമിൻഡ് ഓർ ഹിയർഡ് ഈസ് നോട്ട്
prompted, tutored, coaxed, induced, or coerced in any manner by any person, and that the person being examined does not refer to any document, script or device without permission of the concerned court during the proceedings. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ സാക്ഷികളായിട്ട് ഇരിക്കുന്നവരെ മറ്റൊരാൾ പ്രോംപ്റ്റ് ചെയ്യാനോ ട്യൂട്ടർ ചെയ്യാനോ ഒന്നും പാടില്ല, ഭീഷണിപ്പെടുത്താനോ ഒന്നും പാടില്ല. അത് പ്രത്യേകം ഇവർ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരുത്തുന്നത്. കോടതിയിലാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല. അപ്പം നമ്മൾ വേറെ സ്ഥലത്താണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ഈ വീഡിയോയിലാണ് വരുന്നത്. അപ്പോൾ ഇവരടുത്ത് ചോദിക്കുമ്പോൾ പിറകെ ഇരുന്ന് ഒരുത്തം വന്ന് കത്തി കാണിച്ചാലോ, ഇങ്ങനെ ആൻസർ ചെയ്യുന്ന പറഞ്ഞ് കത്തി കാണിച്ചാലോ, അപ്പം പേടിച്ച ആൻസർ. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം വരാതിരിക്കാനാണ് ഈ പറയുന്ന കോർഡിനേറ്റർമാരെ മെയിനായിട്ടും അപ്പോയിന്റ്. അതാണ് എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. പക്ഷെ നമ്മൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നോക്കുന്നത്. ഇവിടെ ഒരു കേസിൽ വന്നതെന്ന് വെച്ചാൽ കോടതി വീഡിയോ കോൺഫറൻസിങ്ങിനുള്ള ഒരു പെറ്റീഷൻ അലോ ചെയ്തു. പക്ഷേ അതിൻ്റെ അകത്ത് റിമോട്ട് പോയിന്റിൽ കോർഡിനേറ്ററിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ടാണ് കോടതി അലോ ചെയ്തത്. ഒരു പെറ്റീഷൻ കൊടുത്തപ്പോൾ തന്നെ കോടതി അങ്ങ് അലോ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ശരിയാണോ അല്ലേ എന്നുള്ളതാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഈ പറയുന്ന റിമോട്ട് പോയിന്റ് എന്ന് പറയുന്ന കാനഡയാണ്. ഇവിടെ പെറ്റീഷണർ കാനഡയിൽ ഇരുന്നിട്ട് വീഡിയോ കോൺഫറൻസിങ് വഴി ഇവിടെ പങ്കെടുക്കാനാണ് നിന്നത്. ഒരു ഫാമിലി കേസാണ്. പക്ഷേ എതിർകക്ഷി അതിനെ സമ്മതിച്ചില്ല. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇത് മുടക്കണം, ഇവിടെ വരുത്തിക്കണം, കേസ് നീട്ടിക്കണം, അതിനുവേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കോർഡിനേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാതെയാണ് കോടതി ഇത് ആലോചിച്ചിരിക്കുന്നത്. ഇത് റൂൾസിന് അഗെയിൻസ്റ്റും ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു ഒബ്ജക്ഷൻ കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. അങ്ങനെയാണ് അവർ ഇത് ഈ കോടതിയെ സമീപിച്ചിരിക്കുന്നത്, ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോടതി നോക്കിയെന്ന് വെച്ചാൽ ഈ റൂൾസ് നോക്കി, റൂൾസിനകത്ത് റിമോട്ട് പോയിന്റും കോഡ് പോയിന്റും ഒക്കെ നോക്കി. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ വിദേശ രാജ്യം ആയതുകൊണ്ട് ആരെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓവർസീസ് ആണെങ്കിൽ ആരാണെന്ന് നമ്മൾ നോക്കിയതാണ്. ആരായിരിക്കണം? ആൻ ഒഫീഷ്യൽ ഓഫ് ഇന്ത്യൻ എംബസി, ഇന്ത്യൻ കോൺസുലേറ്റ്, ഹൈ കമ്മീഷൻ. അത് ഓവർസീസിലാണെങ്കിൽ ഇവരായിരിക്കണമെന്ന് നമ്മൾ നേരത്തെ നോക്കിയതിൽ നമ്മൾ മനസ്സിലായി. അപ്പം നമുക്ക് അടുത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരില്ലാതെ പറ്റുമോ എന്നുള്ളതാണ് അടുത്തത് നോക്കേണ്ടത്. അങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് റൂൾ 8:23 നമുക്ക് റൂൾ 8:23 നോക്കാം. എക്സാമിനേഷൻ ഓഫ് പേഴ്സൺസ് 23 പറയുന്ന വെൻ എ റിക്വേർഡ് പേഴ്സൺ ഈസ് അൺഎബിൾ ടു റീച്ച് ദ കോഡ് പോയിന്റ് ഓർ ദ റിമോട്ട് പോയിന്റ് ഡ്യൂ ടു സിക്നസ് ഓർ ഫിസിക്കൽ ഇൻഫോർമിറ്റി ഓർ ഡ്യൂ ടു എനി ജെന്യുവിൻ റീസൺ വിച്ച് ദ കോർട്ട് മേ ഡിസൈഡ് ഓർ ദ പ്രസൻസ് ഓഫ് ദ റിക്വേർഡ് പേഴ്സൺ കനോട്ട് ബി സെക്യൂർഡ് വിത്തൗട്ട് അൺഡ്യൂ ഡിലേ ഓർ എക്സ്പെൻസസ് ദ കോർട്ട് മേ ആതറൈസ് ദ conduct of the proceedings through electronic video linkage from the place where the required person is situated. In such circumstances, the court may direct the use of portable video system. The authority for the same shall be given by the court to the concerned coordinator or any other person deemed fit by the court. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ അവസാന ഒരു ഭാഗമുണ്ട്. കോടതിക്ക് ആരെ വേണോ അപ്പോയിന്റ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്കിപ്പോൾ എംബസിയിലൊക്കെ കൊണ്ടുപോയി ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരവിടെ ചിലപ്പോൾ അവർ പറ്റത്തില്ല, അവർ കാണത്തില്ല. അപ്പോൾ നമ്മൾ കോടതിയിൽ എന്ത് ചെയ്യണം? അഫിഡവിറ്റ് കൊടുക്കുന്ന സമയത്ത്, പെറ്റീഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യം പറയണം. ആ പേഴ്സണ് ആ സ്ഥലത്ത് അനേബിൾ ആണെന്നുണ്ടെങ്കിൽ, അവിടെ എത്താൻ സാധിക്കില്ലെങ്കിൽ റിക്കോർഡ് പേഴ്സണ് അവർക്ക് എന്തെങ്കിലും സിക്നസോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ജെന്യുവൻ റീസൺ കാണിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഒരു കോർഡിനേറ്ററിനെ അവർക്ക് കൊടുക്കാം കോടതിയിൽ. അപ്പോൾ ആ കോർഡിനേറ്ററിന്റെ ബേസിൽ, കോടതി അപ്പോയിന്റ് ചെയ്യുന്ന കോർഡിനേറ്ററിന്റെ ബേസിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന റൂൾസ് പ്രകാരം വീഡിയോ കോൺഫറൻസിങ് വഴി മൊഴി കൊടുക്കാം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? പോർട്ടബിൾ വീഡിയോ സിസ്റ്റം ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം അപ്പോൾ അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള എംബസിയിലൊന്നും പോവേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കോർഡിനേറ്റർ വേണം, അത് ഒരാളെ കോടതി അപ്പോയിന്റ് ചെയ്യണം. അപ്പം ഇവിടെയെന്ന് വെച്ചാൽ അവരങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല, സഫീഷ്യൻ്റ് റീസൺ ഒന്നും കാണിച്ചിട്ടില്ല, കോർഡിനേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടുമില്ല. കോർഡിനേറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് റിമോട്ട് പോയിന്റിൽ, അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 8:23 പ്രകാരം അതിനെ എക്സെപ്റ്റ് ചെയ്യണം, ഒഴിവാക്കണം. അങ്ങനെ ഒരു കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല, ഇത് ഒഴിവാക്കണമെന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ കോടതി ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ ഓർഡറിനെ സെറ്റിസൈഡ് ചെയ്തിട്ട് കോടതി പറഞ്ഞു ഈ മാറ്റർ റീകൺസിഡർ ചെയ്യാൻ പറഞ്ഞു. അവർക്ക് നെസസറി ഓപ്പർച്യൂണിറ്റീസ് ബോത്ത് സൈഡ്സിനും കൊടുക്കണം. എന്നിട്ട് 2 വരെയും കേട്ട ശേഷം അപ്പോൾ അവർക്ക് ഇതങ്ങ് തിരുത്തിയിട്ട് 8:23 പ്രകാരമുള്ള എക്സംഷൻ അവർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതിനുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചെറിയ ഡിലേ വരുത്താനായിട്ട് സാധിച്ചു അവർക്ക്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഇത് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ആ പോയിന്റ്സ് മനസ്സിലായല്ലോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കോർഡിനേറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. കോഡ് പോയിന്റ്, റിമോട്ട് പോയിന്റ് ഉണ്ട്. റിമോട്ട് പോയിന്റിൽ കോർഡിനേറ്റർ വേണം. കോർഡിനേറ്റർ എന്ന് പറയുന്നത് ഓവർസീസ് ആകുമ്പോഴത്തേക്ക് എംബസീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പെറ്റീഷൻ കൊടുക്കണം. ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് അവർ ജെന്യുവൻ ആണെന്ന് ബോധ്യപ്പെട്ട കോടതിക്ക് അത് അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അഫിഡവിറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഈ റൂൾസിൻ്റെ അകത്ത് തന്നെ ഉണ്ട്.
ഈ റൂൾ 8-നകത്ത് എക്സാമിനേഷൻ ഓഫ് പേഴ്സൺസിനകത്ത് ഒരുപാട് റൂൾസ് ഉണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഒന്നാമത്തത്, ഇൻ സിവിൽ കേസസ് ദ പാർട്ടി റിക്വസ്റ്റിംഗ് ഫോർ റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പേഴ്സൺ ത്രൂ ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ് ഷാൾ ഇൻഫോം ദ കോർട്ട് ദ ലൊക്കേഷൻ ഓഫ് ദ പേഴ്സൺ, ദ ടൈം, പ്ലേസ് ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ദ ടെക്നിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് ഹിസ് വില്ലിംഗ്നെസ് ടു ബി എക്സാമിൻഡ് ത്രൂ ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ്. ഇപ്പോൾ സിവിൽ കേസസിലാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന പാർട്ടി, അതായത് ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ് വഴി കോടതിയെ ഇൻഫോം ചെയ്യണം. ലൊക്കേഷൻ, അവരുടെ ലൊക്കേഷൻ, സമയം, പ്ലേസ്, അവരുടെ അവൈലബിലിറ്റി, ടെക്നിക്കൽ ഫെസിലിറ്റീസ്, അവരുടെ വില്ലിംഗ്നെസ്, അതൊക്കെ കോടതിയെ ഇൻഫോം ചെയ്തിരിക്കണം. 2, ഇൻ ക്രിമിനൽ കേസസ് വെയർ ദ പേഴ്സൺ ടു ബി എക്സാമിൻഡ് ഈസ് എ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഓർ കോർട്ട് വിറ്റ്നസ്, ദ പ്രോസിക്യൂഷൻ ആൻഡ് where the person to be examined is a defense witness, the defense counsel will inform the court location of the person, time, place and the availability of the technical facilities. ഇനി പ്രോസിക്യൂഷൻ ആണ് ഇങ്ങനെ വിസ്തരിക്കേണ്ടതെങ്കിൽ ഇലക്ട്രോണിക് ഇതുവഴി അവർ ഇൻഫോം ചെയ്യണം കോടതിയെ. അല്ലെന്നുണ്ടെങ്കിൽ ആരാണോ, ഇപ്പോൾ ഡിഫൻസ് വിറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് കൗൺസിൽ എന്ത് ചെയ്യണം, കോടതിയെ ഇൻഫോം ചെയ്യണം. പ്ലേസ്, ലൊക്കേഷൻ, ടൈം, പ്ലേസ്, അവൈലബിലിറ്റി, ടെക്നിക്കൽ ഫെസിലിറ്റീസ് എല്ലാം കോടതിയെ അറിയിക്കണം. 3, വെയർ ദ പേഴ്സൺ ടു ബി എക്സാമിൻഡ് ഈസ് ആൻ അക്യൂസ്ഡ്, ദ പ്രോസിക്യൂഷൻ ഷാൾ കൺഫേം ദ ലൊക്കേഷൻ ഓഫ് ദ അക്യൂസ്ഡ് അറ്റ് ദ റിമോട്ട് പോയിന്റ്. ഇനി പ്രതിയാണ് വിസ്തരിക്കാനുള്ളതെങ്കിൽ പ്രോസിക്യൂഷൻ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം ഈ പ്രതിയുടെ ലൊക്കേഷൻ, ആ റിമോട്ട് പോയിന്റ്. ചിലപ്പോൾ ജയിലിലായിരിക്കും റിമോട്ട് പോയിന്റ്, അപ്പോൾ പ്രോസിക്യൂഷൻ അത് കൺഫേം ചെയ്യണം. 4, വെൻ ദ അക്യൂസ്ഡ് പേഴ്സൺ ഈസ് ഇൻ കസ്റ്റഡി ആൻഡ് നോട്ട് പ്രസന്റ് അറ്റ് ദ കോർട്ട് പോയിന്റ്. കസ്റ്റഡിയിലാണെങ്കിൽ, ഇപ്പോൾ ജയിലിലാണ് കിടക്കുന്നതെങ്കിൽ കോർട്ട് പോയിന്റ് ഇല്ല എങ്കിൽ the court shall order a multi-point video linkage between the court, the witness and the accused person in order to facilitate the recording of the statement of the witness. The court shall also ensure adequate opportunity to the accused person to communicate in privacy with his advocate before, during and there and after the recording. അതായത് ഇനി പ്രതി ജയിലിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കോടതി എന്ത് ചെയ്യണം, ഒരു മൾട്ടി പോയിന്റ് വീഡിയോ ലിങ്കേജ് വേണം. അതായത് കോടതിയെയും വിറ്റ്നസിനെയും എല്ലാവരും കാണത്തക്ക, പ്രതിക്കും എല്ലാവർക്കും പങ്കെടുക്കുന്ന രീതിയിൽ മൾട്ടി പോയിന്റ് ആയിട്ടുള്ള, നമുക്ക് കാണാമല്ലോ ഒരു ഇതിൽ തന്നെ ഡിവൈസിൽ തന്നെ 3, 4 ഒക്കെ നമ്മൾ CCTVയിലൊക്കെ കാണുന്ന പോലെ. അപ്പം പ്രതിക്ക് അവിടെ ഇരുന്നിട്ട് എല്ലാ ഇതിലും പങ്കെടുക്കാനായിട്ട് സാധിക്കും, കാണാനായിട്ട് സാധിക്കും. ഇപ്പം കോടതിയെ കാണാൻ സാധിക്കും, സാക്ഷിയെ കാണാൻ സാധിക്കും, അങ്ങനെ 2, 3 ക്യാമറകൾ കാണും. അങ്ങനെയുള്ള മൾട്ടി ഫെസിലിറ്റീസ് കൊടുക്കണം. അതുപോലെ പ്രതിക്ക് എന്ത് ചെയ്യണം, വക്കീലിനെ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു പ്രൈവറ്റായിട്ട് കൺസൾട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കൊടുക്കണം. അവർക്ക് വല്ല സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഡ്യൂറിങ്ങും ആഫ്റ്റർ റെക്കോർഡിങ്സും വേണം കൊടുക്കാം. അടുത്ത 5, എ റെക്കോർഡ് പേഴ്സൺ ഇൻക്ലൂഡിംഗ് എ വിറ്റ്നസ് ഷാൾ ബിഫോർ ബീയിങ് എക്സാമിൻഡ് പ്രൊഡ്യൂസ് ആൻഡ് ഫയൽ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി by submitting an identity document issued or duly recognized by the government of India, state government, union territory as the case may be. In the absence of such a document, an affidavit attested by any of the other authorities referred to section 139 of the Code of Civil Procedure 1908 or section 297 of the Code of Criminal Procedure 1973 shall be produced. The affidavit, in addition to all the details of the required person or witness, shall state that the person who is shown to be the party to the proceedings or witness is the same person who is going to depose at the virtual hearing. The copy of the identity document or affidavit filed as the case may be shall be made available to the opposite party. ഈ required person including witness അവർ എക്സാമിൻ ചെയ്യുന്നതിന് മുമ്പ് അവർ ID പ്രൂഫ്, അതായത് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ID പ്രൂഫ് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഇനി അങ്ങനെ ആബ്സെൻസ് ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ, ആബ്സെൻസ് ഓഫ് സച്ച് ഡോക്യുമെന്റ് ആണെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒരു ID പ്രൂഫ് ഇല്ലെങ്കിൽ ഒരു അഫിഡവിറ്റ് അറ്റസ്റ്റ് ചെയ്യണം. സെക്ഷൻ 139 ഓഫ് CPC പറയുന്ന പോലെ, ഓർ അല്ലെങ്കിൽ 297 CRPC പറയുന്നത്, ഇപ്പോഴത്തെ പുതിയ BNSS പറയുന്ന പോലെ ഷാൽ ബി പ്രൊഡ്യൂസ്. അത് സെക്ഷൻ വേറെയാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യണം, അഫിഡവിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ അഫിഡവിറ്റിൽ ഇൻ അഡീഷൻ ടു ഓൾ ഡീറ്റെയിൽസ് ഓഫ് റിക്വേർഡ് പേഴ്സൺ ഓർ വിറ്റ്നസ് ഷാൽ സ്റ്റേറ്റ് ദാറ്റ് ദ പേഴ്സൺ ഹൂ ഈസ് ഷോൺ ടു ബി ദ പാർട്ടി ഓഫ് പ്രൊസീഡിംഗ്, വിറ്റ്നസ് സെയിം പേഴ്സൺ ഹൂ ഈസ് ഗോയിങ് ടു ഡിപ്പോസ് വെർച്വൽ ഹിയറിംഗ്. അത് ഇതിന്റെ കാര്യങ്ങളൊക്കെ അഫിഡവിറ്റിൽ കൊടുക്കണം കോടതിയിൽ. അതുപോലെ കോപ്പി ഓഫ് ഐഡന്റിറ്റി ഡോക്യുമെന്റ് അല്ലെങ്കിൽ അഫിഡവിറ്റ് കൊടുക്കണം. അത് ഓപ്പോസിറ്റ് പാർട്ടിക്ക് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഈ അഫിഡവിറ്റ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് കോപ്പി കൊടുക്കണം. ID പ്രൂഫാണ്, അതിന്റെ കോപ്പി ഓപ്പോസിറ്റ് പാർട്ടിക്കും കൊടുക്കണം. അടുത്ത 6, ഇഫ് ദ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഓർ അഫിഡവിറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ റിമോട്ട് പോയിന്റ്, ദ സെയിം ഷാൽ ബി സ്കാൻഡ് ആൻഡ് സെൻഡ് ടു ദ കോർട്ട് പോയിന്റ് ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദ പ്രൊസീഡിംഗ്സ്. ഇനി ഈ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി അല്ലെങ്കിൽ അഫിഡവിറ്റ് ഇനി റിമോട്ട് പോയിന്റ്, ഇപ്പൊ കാനഡയിലൊക്കെയാണ് ഇരിക്കുന്നെങ്കിൽ അവർ എന്ത് ചെയ്യണം, അത് സ്കാൻ ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കണം കോടതിയിലോട്ട്, അതായത് പ്രൊസീഡിംഗ്സ് തുടങ്ങുന്നതിന് മുമ്പ്. സോ ആസ് ടു എനേബിൾ ദ കോർട്ട് ആൻഡ് ദ ഓപ്പോസിറ്റ് പാർട്ടി ടു വെരിഫൈ ഇറ്റ്. അപ്പൊ കോടതിക്കും ഓപ്പോസിറ്റ് പാർട്ടീസിനും എന്ത് ചെയ്യാം, അത് വെരിഫൈ ചെയ്യാം. ദ ഐഡന്റിറ്റി ഓഫ് ദ പേഴ്സൺ ടു ബി എക്സാമിൻഡ് ഷാൽ ബി കൺഫേംഡ് ബൈ ദ
the court with the assistance of the coordinator at the remote point before the recording of the evidence. അപ്പം നമ്മളൊരു കോർഡിനേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുമല്ലോ, അപ്പോൾ അവരുടെ സഹായത്തോടെ കോടതി എന്ത് ചെയ്യണം, ഈ ഐഡന്റിറ്റി കൺഫേം ചെയ്യണം. ദ സെയിം ഷാൽ ബി മെൻഷൻഡ് ഇൻ ദ ഓർഡർ ഷീറ്റ് ഓഫ് ദ കോർട്ട്. അത് കോടതി എന്ത് ചെയ്യണം, ഓർഡർ ഷീറ്റിൽ മെൻഷൻ ചെയ്യണം. ദ കോർഡിനേറ്റർ അറ്റ് ദ റിമോട്ട് പോയിന്റ് ഷാൾ along with the other documents transmit the hard copy of the proof of identity or affidavit to the court point by authorized courier service or registered post. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഡോക്യുമെന്റ്സും ഇതിന്റെ ഹാർഡ് കോപ്പീസ് അതെന്ത് ചെയ്യണം, രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അല്ലെങ്കിൽ കോടതി ആതറൈസ് ചെയ്തിട്ടുള്ള കൊറിയർ സർവീസ് വഴി കോടതിയിലോട്ട് അയച്ചു കൊടുക്കണം. 7. എക്സാമിനേഷൻ ത്രൂ ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ് ഷാൾ ഓർഡിനറിലി ബി കണ്ടക്ടഡ് ഡ്യൂറിംഗ് ദ വർക്കിംഗ് ഹവേഴ്സ് ഓഫ് ദ കോർട്ട്. കോടതിയുടെ വർക്കിംഗ് സമയത്തായിരിക്കണം ഇത് നടത്തേണ്ടത്. ഓർ അറ്റ് സച്ച് ടൈം ആസ് ദ കോർട്ട് മേ ഡീം ഫിറ്റ്, അല്ലെങ്കിൽ കോടതിക്ക് ഫിറ്റ് ആവുന്ന സമയത്ത്. ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദ എക്സാമിനേഷൻ ഓത്ത് ഷാൾ ബി അഡ്മിനിസ്ട്രേഡ് ഫ്രം ദ കോർട്ട് പോയിന്റ് ടു ദ പേഴ്സൺ ഡിപ്പോസിറ്റ്. കോടതി പോയിന്റിൽ നിന്ന്, കോടതിയിൽ നിന്ന് ഒരു ഓത്ത് പറഞ്ഞു കൊടുക്കും, അത് അവർ പറയണം, ഈ റിമോട്ട് പോയിന്റിൽ ഇരിക്കുന്നവർ പറയണം. 8. വെർ ദ റിക്കോർഡ് പേഴ്സൺ ബീയിങ് എക്സാമിൻഡ് ഓർ ദ അക്യൂസ്ഡ് ടു ബി ട്രൈഡ് ഈസ് ഇൻ custody, the statement or testimony as the case may be recorded through electronic video linkage. The court shall provide adequate opportunity to under trial prisoner to communicate in privacy with his advocate before, during and after the recording. ഇനി റിക്കോർഡ് പേഴ്സൺ എക്സാമിൻ ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ അക്യൂസ്ഡ് ടു ബി ട്രൈഡ് ആണെങ്കിൽ, അക്യൂസ്ഡ് ഇൻ കസ്റ്റഡി ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടെസ്റ്റിമണി എന്ത് ചെയ്യണം, ആ സ്റ്റേറ്റ്മെന്റ് ടെസ്റ്റിമണി ആസ് ദ കേസ് മേ ബി വീഡിയോ ലിങ്കേജ് വഴി ചെയ്യാം. കോടതി ആഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റി പ്രിസണർക്ക് കൊടുക്കണം, അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് പ്രൈവറ്റ് ആയിട്ട്, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ ദ റെക്കോർഡിംഗ് നടക്കുന്നതിന് മുമ്പും ആ സമയത്തും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും, അതുകൊണ്ടാണ്. 9. വേർ എ പാർട്ടി ഓർ എ ലോയർ റിക്വസ്റ്റ് ദാറ്റ് ഇൻ ദ കോഴ്സ് ഓഫ് ദ പ്രൊസീഡിംഗ് സം പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ മേ ഹാവ് ടു ബി ടേക്ക് പ്ലേസ്, ദ കോർട്ട് ഷാൽ പാസ് അപ്രോപ്രിയേറ്റ് ഓർഡേഴ്സ് ഇൻ ദാറ്റ് റിഗാർഡ്. പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പം വക്കീലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, പാർട്ടിയും ലോയറുമായിട്ടുള്ള, കോടതി എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ഓർഡർ പാസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. 10. സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് for examination of witness contained in the Indian Evidence Act 1872 and sub-rules 7, 8 of Rule 5 of these rules, before the examination of the witness, the documents, if any, sought to be relied upon shall be transmitted to the coordinator at the remote point so that the witness acquires familiarity with the said documents. ഇപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ സമയത്ത് BSA ആണ്, ഭാരതീയ സാക്ഷ്യ അധിനിയമമാണ്. പിന്നെ ഈ റൂൾസിൽ സെക്ഷൻ റൂൾ 5 പറയുന്ന കാര്യങ്ങൾ, സബ് റൂൾ 7, 8 അതൊക്കെ വരുമ്പോഴത്തേക്ക് എക്സാമിനേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും റിലേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, കോർഡിനേറ്റർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം റിമോട്ട് പോയിന്റിലുള്ള. അപ്പം ഈ കോർഡിനേറ്റർക്ക് എന്ത് ചെയ്യാം, ഈ വിറ്റ്നസിന് എന്ത് ചെയ്യാം, ആ വിറ്റ്നസിനെ കാണിക്കാം കോർഡിനേറ്ററിന്, അത് അവരെ ആ ഡോക്യുമെന്റ്സ് കാണിച്ച് ബോധ്യപ്പെടുത്താം. 11. ഇഫ് എ പേഴ്സൺ ഈസ് എക്സാമിൻഡ് വിത്ത് റെഫറൻസ് ടു എ പർട്ടിക്കുലർ ഡോക്യുമെന്റ് അൺലെസ് ദ കോർട്ട് അതർവൈസ് ഡയറക്ട്സ് the summons to that person must be accompanied with a duly certified copy of the said documents. The original of the said document should be exhibited at the court point in accordance with the deposition of the person being examined. ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ കോടതി അൺലെസ് അതർവൈസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ സമൻസിന്റെ കൂടെ തന്നെ ഈ സർട്ടിഫൈഡ് കോപ്പിയും കൂടെ അക്കമ്പനി ചെയ്യാം. കോടതിയിൽ ഒറിജിനൽ ഡോക്യുമെന്റ് കീപ്പ് ചെയ്യും, അത് എക്സിബിറ്റും ചെയ്യണം. 12. The court or the commissioner may record such remarks as is material regarding the demeanor of the person being examined. ഈ കോടതിക്കോ കമ്മീഷണറിനോ സാക്ഷ്യവിസ്താരം നടത്തുമ്പോഴത്തേക്കും അതിൽ ആരെയാണോ സാക്ഷ്യവിസ്താരം നടത്തിയത് അവരുടെ സ്വഭാവം അത് റെക്കോർഡ് ചെയ്യുക. 13. The commissioner shall note the objections, if any, raised during the course of the examination of the person through electronic video linkage. The court shall pass such orders as may be necessary on the objections raised by the commissioner. എക്സാമിനേഷൻ സമയത്ത്, അതായത് ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ് വഴിയുള്ള എക്സാമിനേഷൻ സമയത്ത് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മീഷണർക്ക് അത് നോട്ട് ചെയ്യാം. ആ ഒബ്ജക്ഷൻസിന് കോടതിക്ക് എന്ത് ചെയ്യാം, ഓർഡേഴ്സ് പാസ് ചെയ്യാം. 14. The court shall note the objections, if any, raised during the course of the examination of the person through electronic video linkage. The court shall pass such orders as may be necessary on such objections. കോടതി എന്തെങ്കിലും ഒബ്ജക്ഷൻസ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ലിങ്കേജ് വഴി നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു ആള് അത് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് കോടതി നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിക്ക് അതിന്മേൽ ഓർഡേഴ്സ് പാസ്സാക്കാം. 15. When the person being examined finds it difficult to identify the accused through the ordinary mode of electronic video linkage imaging, he may be shown the image of the accused more closely by zooming the camera so as to see the accused person individually. Such a fact shall be recorded by the court. ഈ എക്സാമിനേഷൻ നടക്കുമ്പം ഏതെങ്കിലും ഒരു പേഴ്സൺ, അതായത് വിറ്റ്നസ് ആയിട്ട് വരുന്ന ഒരാൾക്ക് പ്രതിയെ
കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇങ്ങനെ പ്രതിയെ വീഡിയോ വഴി കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറയണം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ പ്രതിയുടെ മുഖം സൂം ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഈ കാര്യം കോടതിക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. അടുത്ത 16, ദ കോർട്ട് ഷാൾ ഒബ്റ്റെയിൻ ദ സിഗ്നേച്ചർ ഓഫ് ദ പേഴ്സൺ ബീയിങ് എക്സാമിൻഡ് ഓൺ ദ transcript once the examination is concluded. The signed transcript shall form part of the record of the judicial proceedings. The signature of the person being examined shall be obtained in either of the following ways. Examination conclude ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കോടതിക്ക് സിഗ്നേച്ചർ ഒബ്റ്റെയിൻ ചെയ്യാം. അത് ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമാണ് ആ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ സിഗ്നേച്ചർ ഓഫ് എ പേഴ്സൺ ഈ രീതികളിൽ, താഴെ പറയുന്ന രീതികളിൽ കോടതിക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഇഫ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആർ അവൈലബിൾ അറ്റ് ദ കൺസേൺഡ് കോർട്ട് പോയിന്റ് ആൻഡ് റിമോട്ട് പോയിന്റ്. ഡിജിറ്റൽ സിഗ്നേച്ചർ അവൈലബിൾ ആണെങ്കിൽ ദ സോഫ്റ്റ് കോപ്പി ഓഫ് ദ ട്രാൻസ്ക്രിപ്റ്റ് ഡിജിറ്റലി സൈൻഡ് ബൈ ദ പ്രിസൈഡിംഗ് ജഡ്ജ് അറ്റ് ദ കോർട്ട് പോയിന്റ് ഷാൾ ബി സെൻഡ് ടു ദ ഒഫീഷ്യൽ ഇലക്ട്രോണിക് മെയിൽ ടു ദ റിമോട്ട് പോയിന്റ് വെയർ എ പ്രിന്റ് ഔട്ട് ഓഫ് ദ സെയിം വിൽ ബി ടേക്കൺ ആൻഡ് സൈൻഡ് ബൈ ദ പേഴ്സൺ എക്സാമിൻഡ്. ഈ സോഫ്റ്റ് കോപ്പി ഡിജിറ്റലായിട്ട് എന്ത് ചെയ്യും? കോർട്ട് പോയിന്റിൽ നിന്ന് റിമോട്ട് പോയിന്റിലോട്ട് അയച്ചു കൊടുക്കും. റിമോട്ട് പോയിന്റിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുക്കും. അതിൽ ആ പേഴ്സൺ എന്ത് ചെയ്യും? എക്സാമിൻ ചെയ്ത പേഴ്സൺ എന്ത് ചെയ്യും? സൈൻ ചെയ്യും. എ സ്കാൻഡ് കോപ്പി ഓഫ് ദ ട്രാൻസ്ക്രിപ്റ്റ് സൈൻഡ് ബൈ ദ പേഴ്സൺ എക്സാമിൻഡ് ആൻഡ് ദ കോർഡിനേറ്റർ അറ്റ് ദ റിമോട്ട് പോയിന്റ് ഷാൾ ബി ട്രാൻസ്മിറ്റഡ് ബൈ ഒഫീഷ്യൽ ഇലക്ട്രോണിക് മെയിൽ ടു ദ കോർട്ട് പോയിന്റ്. അതിനുശേഷം അത് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് അത് എങ്ങോട്ട് അയക്കും? കോർട്ട് പോയിന്റിലോട്ട് അയച്ചു കൊടുക്കും. ഇലക്ട്രോണിക് മെയിലായിട്ട് അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ ദ ഹാർഡ് കോപ്പി ഓഫ് ദ സൈൻഡ് ട്രാൻസ്ക്രിപ്റ്റ് ഷാൾ ബി ഡെസ്പാച്ച്ഡ്. അപ്പം നമ്മൾ അവരെ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ആ ഒപ്പിട്ട കോപ്പി എന്ത് ചെയ്യും? സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. അതിന്റെ കൂടെ അതിന്റെ ഹാർഡ് കോപ്പി ഉണ്ടല്ലോ, ആ മെയിൻ കോപ്പി, അത് അവർ ഒപ്പിട്ട കോപ്പി, അത് കോടതിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യും. എലോങ് വിത്ത് ദ അതർ ഡോക്യുമെന്റ്സ് പ്രിഫറബിളി വിത്തിൻ 3 days ഓഫ് ദ റെക്കോർഡിംഗ് ഓഫ് ദ കോർഡിനേറ്റർ അറ്റ് ദ റിമോട്ട് പോയിന്റ് ടു ദ കോർട്ട് പോയിന്റ് എയ്തർ ബൈ ഓതറൈസ്ഡ് കൊറിയർ സർവീസ് ഓർ ബൈ രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് വഴിയോ കൊറിയർ സർവീസ് വഴിയോ കോടതിയിലോട്ട് അയച്ചു കൊടുക്കും. അത് 3 ദിവസത്തിനകം കിട്ടത്തക്ക രീതിയിൽ അയക്കണമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അത് കഴിഞ്ഞാലും ചിലപ്പോൾ ദൂരെ നിന്നൊക്കെയാണ് അയക്കണമെങ്കിൽ അതും കഴിയും. എന്തായാലും അതിന്റെ ഹാർഡ് കോപ്പി കോടതിയിലോട്ട് അയച്ചു കൊടുക്കണം. 2, ഇഫ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആർ നോട്ട് available, the printout of the transcript shall be signed by the presiding officer and the representative of the parties, if any, at the court point, and thereafter it shall be sent in non-editable scanned format to the remote point through the official electronic mail, where a printout of the same will be taken and signed by the person examined and countersigned by the coordinator at the remote point. A non-editable scanned format of the transcript so signed shall be sent by the coordinator of the remote point to the court point, where a printout of the same shall be taken and the same shall be form part of the record. The hard copy of the signed transcript should also be dispatched preferably within 3 days of recording along with other documents, if any, by the coordinator at the remote point to the court point by authorized courier service or by registered speed post. ഇനി ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിന്റ് ഔട്ട് എടുക്കും. എല്ലാം കഴിഞ്ഞ് വിസ്തരിച്ചൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കും. അത് നോൺ എഡിറ്റബിൾ സ്കാൻഡ് ഫോർമാറ്റ് ആക്കിയിട്ട് റിമോട്ട് പോയിന്റിലോട്ട് ഇലക്ട്രോണിക് മെയിൽ വഴി അയച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് പ്രിന്റ് എടുക്കും. അതിൽ ഏത് പേഴ്സൺ ആണോ എക്സാമിൻ ചെയ്തത് അവർ സൈൻ ചെയ്യും. അതിൽ കോർഡിനേറ്റർ കൗണ്ടർ സൈൻ ചെയ്യും. അതിനുശേഷം നോൺ എഡിറ്റബിൾ സ്കാൻഡ് ഫോർമാറ്റ് ആക്കിയിട്ട് അത് എന്ത് ചെയ്യും? കോർട്ട് പോയിന്റിലോട്ട് അയച്ചു കൊടുക്കും. റിമോട്ട് പോയിന്റിൽ നിന്ന് കോർട്ട് പോയിന്റിലോട്ട് അയച്ചു കൊടുക്കും. അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അത് പാർട്ട് ഓഫ് റെക്കോർഡ് ആക്കി വയ്ക്കും. ഹാർഡ് കോപ്പി അത് എടുത്തതിന് ശേഷം ഹാർഡ് കോപ്പി എന്ത് ചെയ്യും? അവിടെ നിന്ന് ഒപ്പിട്ട ഹാർഡ് കോപ്പി മെയിൽ വഴി, അതായത് കൊറിയർ സർവീസോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റോ വഴി കോടതിയിലോട്ട് അയച്ചു കൊടുക്കും. ഇത്രയാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അടുത്ത 17, ദ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഓഫ് ദ പേഴ്സൺസ് എക്സാമിൻഡ് ഷാൽ ബി പ്രിസർവ്ഡ്. ദ എൻക്രിപ്റ്റഡ് മാസ്റ്റർ കോപ്പി വിത്ത് ഹാഷ് വാല്യൂ ഷാൽ ബി റീറ്റെയിൻഡ് ബൈ ദ കോർട്ട് ആസ് പാർട്ട് ഓഫ് ദ റെക്കോർഡ്സ്. അത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സ് ഒക്കെ എന്ത് ചെയ്യും? അവരെ എക്സാമിൻ ചെയ്ത് അതൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. അത് എൻക്രിപ്റ്റ് ചെയ്ത് അത് ഹാഷ് വാല്യൂ കീപ്പ് ചെയ്ത് കോടതിയിലോട്ട് സൂക്ഷിക്കും. അത് ആരും എഡിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നോക്കുന്നത്, ഹാഷ് വാല്യൂ നോക്കുന്നത്. അടുത്ത 18, ദ റെക്കോർഡഡ് ഡേറ്റ ഷുഡ് ബി സെക്യൂർഡ് ബൈ അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡ് ആൻഡ് ഷാൽ ബി റിട്രീവ്ഡ് ഓൺലി when the court orders its retrieval. The administrative password shall remain with the registrar, recruitment and computerization, or any other person authorized by the chief justice in the case of the high court and with the presiding officer in all other cases. ഈ റെക്കോർഡഡ് ഡേറ്റ എന്ത് ചെയ്യും? സെക്യൂർഡ് ആയിട്ട് അല്ല പാസ്വേഡിൽ കോടതി തിരിച്ചെടുക്കാനായിട്ട് ഓർഡർ തരുമ്പോൾ തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് സൂക്ഷിക്കുന്നത്. അത് പാസ്വേഡൊക്കെ സൂക്ഷിക്കുന്ന എവിടെയാണ്? ആരാണ്? രജിസ്ട്രാറാണ്. റിക്രൂട്ട്മെന്റ് ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ രജിസ്ട്രാർ സൂക്ഷിക്കും. അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആതറൈസ് ചെയ്തിരിക്കുന്ന ആൾ പാസ്വേഡ് സൂക്ഷിക്കും. 19, ദ കോർട്ട് മേ അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് എ വിറ്റ്നസ് ടു ബി എക്സാമിൻഡ് ഓർ ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഹിസ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഡയറക്റ്റ് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ദ പ്രൈവസി ഓഫ് ദ വിറ്റ്നസ് ബിയറിംഗ് ഇൻ മൈൻഡ് ആസ്പെക്ട്സ് സച്ച് ആസ് ഏജ്, ജെൻഡർ, ഫിസിക്കൽ കണ്ടീഷൻ ആൻഡ് റെക്കഗ്നൈസ്ഡ് കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്. ഇത്
വിറ്റ്നസിന്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് കോടതിക്കുണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് ഇത് പറയുന്നത്. 20 ദ കോർഡിനേറ്റർ അറ്റ് ദ റിമോട്ട് പോയിന്റ് ഷാൾ എൻഷുർ ദാറ്റ് എക്സെപ്റ്റ് ദ വിറ്റ്നസ് ഓൺലി പേഴ്സൺസ് പെർമിറ്റഡ് ബൈ ദ കോർട്ട് ടു ബി പ്രസന്റ് ഇൻ ദ റൂം അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ ഓഫ് ദ വിറ്റ്നസ്. ഈ കോർഡിനേറ്റർ ഉണ്ടല്ലോ റിമോട്ട് പോയിന്റിൽ ഇരിക്കുന്ന, അതായത് ദൂര സ്ഥലത്തിരിക്കുന്ന അവിടുത്തെ കോർഡിനേറ്റർ ആണ് ഇതൊക്കെ നോക്കുന്നത്. അദ്ദേഹം വിറ്റ്നസ് അല്ലാതെ മറ്റൊരാളും അവിടെ പ്രവേശിക്കാതെ നോക്കേണ്ട ആവശ്യമുണ്ട്. അത് ഈ പ്രൈവസിയും സേഫ്റ്റിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. 21 ദ കോർട്ട് ഷാൾ ഇൻ ഓർഡർ ടു എൻഷുർ കംപ്ലൈൻസ് ഓഫ് സബ് റൂൾ 6(4) ഓഫ് റൂൾ 5 impose such other conditions as may be necessary for the effective recording of the examination. കോടതിക്ക് മറ്റ് ഇതും ചെയ്യാം, മറ്റ് കണ്ടീഷൻസും ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്, ഇതിൽ പറയുന്നതല്ലാതെ. 22 ദ എക്സാമിനേഷൻ ബിഫോർ ദ കോർട്ട് ഓർ ദ കമ്മീഷണർ ഷാൾ ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ പ്രൊസീഡ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്. ദ കോർട്ട് ഓർ ദ കമ്മീഷണർ ഷാൾ നോട്ട് ഗ്രാൻഡ് അൺനെസസറി അഡ്ജേൺമെൻറ്റ്സ്. ഡേ ടു ഡേ ബേസിലായിരിക്കണം ഈ പ്രൊസീഡിങ്സ് നടത്തേണ്ടത്. അൺനെസസറി അഡ്ജേൺമെൻറ്റ്സുകൾ കൊടുക്കാനായിട്ട് പാടില്ല. 23 വെൻ എ റിക്കോർഡ് പേഴ്സൺ ഈസ് അണേബിൾ ടു റീച്ച് ദ കോർട്ട് പോയിന്റ് ഓർ ദ റിമോട്ട് പോയിന്റ് ഡ്യൂ ടു സിക്നസ് ഓർ ഫിസിക്കൽ ഇൻഫോർമിറ്റി ഓർ ഡ്യൂ ടു എനി ജെന്യൂൻ റീസൺ വിച്ച് ദ കോർട്ട് മേ ഡിസൈഡ് ഓർ ദ പ്രസൻസ് ഓഫ് റിക്കോർഡ് പേഴ്സൺ കനോട്ട് ബി സെക്യൂർഡ് വിത്തൗട്ട് അൺഡ്യൂ ഡിലേ ഓർ എക്സ്പെൻസസ്, ദ കോർട്ട് മേ ആതറൈസ് ദ കണ്ടക്ട് ഓഫ് ദ പ്രൊസീഡിങ്സ് ത്രൂ ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ് ഫ്രം ദ പ്ലേസ് വെയർ ദ required person is situated. In such circumstances, the court may direct the use of portable video system. The authority for the same shall be given by the court to the concerned coordinator or any other person deemed fit ബൈ ദ കോർട്ട്. ഇനി റിക്കോർഡ് പേഴ്സൺ കോർട്ട് പോയിന്റിലോ റിമോട്ട് പോയിന്റിലോ വരാൻ സാധിച്ചില്ല, അദ്ദേഹത്തിന് സുഖമില്ല, അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻഫോർമിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വരാൻ സാധിക്കത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇത് നടത്താനായിട്ട് സാധിക്കും. അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെ. അങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസിൽ പോർട്ടബിൾ വീഡിയോ സിസ്റ്റം ഉപയോഗിക്കാം. 24 സബ്ജക്ട് ടു ദ ഓർഡേഴ്സ് ഓഫ് ദ കോർട്ട് ഇഫ് എനി party or his authorized person is desirous of being physically present at the remote point at the time of recording of the evidence, it shall be open for such a party to make arrangements at his own cost. കോടതിയുടെ ഓർഡറോട് കൂടി ഇപ്പോൾ ഏതെങ്കിലും പാർട്ടി അല്ലെങ്കിൽ ആതറൈസ്ഡ് പേഴ്സൺ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമാണെങ്കിൽ റിമോട്ട് പോയിന്റിൽ എന്ത് ചെയ്യാം, അതായത് എവിഡൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് അത് ഓപ്പൺ ആണ് ആ പാർട്ടിക്ക്. അദ്ദേഹത്തിൻ്റെ പൈസയിൽ അദ്ദേഹം അവിടെ ഹാജരാവേണ്ട ആവശ്യമുണ്ട്. 25 ദ എക്സാമിനേഷൻ ത്രൂ ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ് ഷാൽ ബി ട്രീറ്റഡ് ആസ് സബ്സ്റ്റാൻറ്റീവ് കംപ്ലയിൻറ്റ്സ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973. ഇപ്പോൾ BNSS ആണ്. കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908, ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് കേരള, സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് കേരള ഓർ എനി അതർ law which requires personal appearance of parties, witnesses or any other required person for the purpose of any inquiry, trial or any other proceedings in or in relation to the subordinate courts or tribunals. ഈ പറയുന്ന നിയമങ്ങളൊക്കെ കംപ്ലൈ ചെയ്തുകൊണ്ട് വേണം ഈ പറയുന്ന എക്സാമിനേഷൻ ത്രൂ ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മളിവിടുത്തെ ലോ ഓഫ് ദ ലാൻഡ് ആണ്. ഇനി കോസ്റ്റ് കൊടുക്കുന്ന ആര്, പിന്നെ ഈ പ്രൊസീഡിങ്സ് അണ്ടർ CRPC ഇപ്പോഴത്തെ BNSS അതൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം നമുക്കിപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ഇതുമായിട്ട് ഒരു ഐഡിയ കിട്ടും. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ഇത് മൊത്തമായിട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട് വരും. നമുക്കിപ്പം ആവശ്യത്തിനുള്ളത് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പം ഇത്രയും ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഈ പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് അന്വേഷിക്കുന്നുണ്ട്. ഇതാണ് ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ് റൂൾസ് ഫോർ കോർട്സ് കേരള 2021. ഇതിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ മോഡലും കൂടെ ഇതിൻ്റെ അകത്ത് വച്ചിട്ടുണ്ട്. അതാണ് ഷെഡ്യൂൾഡ് 2-നകത്ത് പറയുന്ന റിക്വസ്റ്റ് ഫോം ഫോർ വീഡിയോ ലിങ്കേജ്. അതിൻ്റെ അകത്ത് കേസ് നമ്പർ, നെയിം ഓഫ് ദ കോർട്ട്, ടൈറ്റിൽ, നെയിം ഓഫ് ദ പാർട്ടീസ്, പ്രൊപ്പോസ്ഡ് ഡേറ്റ് ഓഫ് കോൺഫറൻസ്, ലൊക്കേഷൻ ഓഫ് ദ കോർട്ട് പോയിന്റ്, ലൊക്കേഷൻ ഓഫ് ദ റിമോട്ട് പോയിന്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തും പറയുന്നുണ്ട്. ആ ഷെഡ്യൂളിലുള്ള ഫോം വെച്ചിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. ഇതാണ് ഈ നിയമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. നമുക്ക് പല ആൾക്കാർ പല രാജ്യത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്, ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ വന്ന് മൊഴിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ ഉപയോഗമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത് കൊറോണ സമയത്താണ് കൊണ്ടുവന്നെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു നിയമമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇത്രയുമാണ് ഈ നിയമം എന്ന് പറയുന്നത്. ഞാൻ ഇത് നിയമമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇടാറുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.